എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡിസേർട്ടായ ഗുലാബ് ജാമുനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാനിത് കാണിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി ആങ്കറിൻ്റെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. അമൂലിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ 2 കപ്പ് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെ റവ, അതായത് തരിയും കൂടി ചേർക്കാം. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ പശുവിൻ നെയ്യാണ് ചേർക്കുന്നത്. ഡാൽഡയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ നെയ്യോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് നമ്മുടെ പശുവിൻ നെയ്യ് തന്നെയാണ്. കൈവച്ചിട്ട് പൊടിയുടെ എല്ലാ ഭാഗത്തും നെയ്യ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും നെയ്യുണ്ടായിരിക്കണം. ഇത് ഞാനിവിടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പാലാണ് കപ്പിൽ എടുത്തിരിക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് കുഴച്ച് നോക്കാം. എന്നിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കാം. ഈ പാല് മതിയാവില്ല. ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് ഞാൻ ഇതിൽ ചേർക്കുകയാണ്. അതായത് 5 ടേബിൾ സ്പൂൺ പാല് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ പാലിപ്പോൾ കറക്റ്റ് അളവാണ്. 5 ടേബിൾ സ്പൂൺ പാലാണ് 2 കപ്പ് പാൽപ്പൊടിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ പാൽപ്പൊടി ഞാനിവിടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ അല്പം മാവെടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിത് ഓയിലിൽ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകും. നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് നല്ല കട്ടിയുള്ള ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഉണ്ടായിരിക്കണം. പുറം ഭാഗം നല്ല സ്മൂത്തായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. മുഴുവൻ ഉരുളകളും ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഇതുപോലെ വെക്കാം. എങ്കിലേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇത് നമുക്കിവിടെ അടച്ചു വെച്ച് അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാം. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കാം. 240 ml കപ്പാണിത്. ഇതിൽ 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് പഞ്ചസാരയ്ക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇനി വെള്ളവും പഞ്ചസാരയും കൂടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് പഞ്ചസാര മെൽറ്റാകുന്നത് വരെ തിളപ്പിക്കാം. മെൽറ്റായി കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. കൂടുതൽ സമയം ഇത് കുറുകി വരാനൊന്നും നിൽക്കണ്ട. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്താൽ മാത്രം മതി. വെള്ളവും പഞ്ചസാരയും കൂടി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര മുഴുവൻ മെൽറ്റായിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീരൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിക്കാം. 2 ഏലക്കായ് ചതച്ചെടുത്തതാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അല്ലെങ്കിൽ ഏലക്കായ് പൊടിയും ചേർക്കാം. ഞാനിവിടെ 2 ഏലക്കായ് ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിവിടെ അടച്ചു വെക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഗുലാബ് ജാമുൻ മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കണം.
ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഓയിൽ കൂടുതൽ സമയം ചൂടാകാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് ഗുലാബ് ജാമുൻ ചേർക്കണം. എണ്ണ വല്ലാതെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഗുലാബ് ജാമുൻ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ട് ഓയിലൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഗുലാബ് ജാമുൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരേ സമയം 3-4 എണ്ണം മാത്രം ചേർത്താൽ മതി. ഇത്രയും ഓയിലിൽ കൂടുതൽ ചേർക്കണ്ട. ഗുലാബ് ജാമുൻ എണ്ണയിൽ ചേർത്തതിന് ശേഷം നമ്മളിത് ഇളക്കാൻ പാടില്ല. സ്പൂണോ മറ്റോ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. ഒരു മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റോ വരെ ഇതുപോലെ ചെറിയ തീയിൽ അനക്കാതെ വെക്കുക. അതിനുശേഷം ചീനച്ചട്ടി മാത്രം പിടിച്ച് ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. തവിയിട്ടിട്ട് ഇളക്കണ്ട. കാരണം ചിലപ്പോൾ ഗുലാബ് ജാമുൻ പൊട്ടിപ്പോവാനും പൊങ്ങാതെ ഇരിക്കാനും ചാൻസ് ഉണ്ട്. ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ മാത്രം നമുക്കിതിലേക്ക് തവിയിടാം. വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തവിയിട്ട് ഇളക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം. ഷുഗർ സിറപ്പും അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. നന്നേ തണുത്ത ഷുഗർ സിറപ്പിലേക്ക് ഇത് ഇടരുത്. അത്യാവശ്യം ചൂടോട് കൂടിയിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ചേർക്കാം. മുഴുവൻ ഗുലാബ് ജാമുനും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ച് നമുക്കൊരു കുറഞ്ഞത് 7-8 മണിക്കൂറെങ്കിലും ഇത് ഷുഗർ സിറപ്പിൽ കിടക്കണം. എന്നാൽ ഈ ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പാകത്തിലാവുകയുള്ളൂ. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഈ ഷുഗർ സിറപ്പും കൂടി ഈ ബൗളിലേക്ക് ഗുലാബ് ജാമുൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞത് 7-8 മണിക്കൂറെങ്കിലും ഇതുപോലെ നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഗുലാബ് ജാമുൻ ഉപയോഗിക്കാം. ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഗുലാബ് ജാമുൻ നന്നായിട്ട് ഷുഗർ സിറപ്പ് കുടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ആർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്